ദേവസ്വം ബോർഡിന്റെ നിലയ്ക്കൽ പമ്പിൽ ഇന്ധനം ഇല്ലാത്തതിനെ തുടർന്ന് ശബരിമല തീർത്ഥാടകർ ദുരിതത്തിൽ. ശബരിമല ഉത്സവം പ്രമാണിച്ച് തീർത്ഥാടകരുടെ തിരക്കുണ്ട്. നിലയ്ക്കൽ പെട്രോൾ പമ്പിൽ പെട്രോൾ ഒഴിക്കാൻ വന്നപ്പോൾ പെട്രോളില്ല. 2 ദിവസമായിട്ട് പെട്രോൾ തീർന്നിരിക്കുക. പമ്പയിലും സമാനമായ രീതിയിൽ ഇന്നാണെങ്കിൽ ആറാട്ട് നടക്കുന്ന ദിവസമാണ്. ആയിരക്കണക്കിന് ആൾക്കാർ അവിടുന്ന് ഇവിടുന്നെല്ലാം അയ്യപ്പനെ കാണാനായിട്ട് പമ്പയ്ക്ക് വരുന്നത്. അവരൊക്കെ പെട്രോളിൻ്റെ ഇവിടെ 2 പെട്രോൾ പമ്പ് ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം ഇന്ന് വഴി കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇത് എന്തോ മാനേജ്മെൻറ്റാണ് ഈ ദേവസ്വം ബോർഡ് നടത്തുന്നത്. സത്യം പറയും, ഇതിന് മുമ്പ് ഒരു മോഷണം നടന്നിട്ടുണ്ട്. ആ മോഷണ വിവരം ഈ ദേവസ്വം ബോർഡ് മറച്ചു വെച്ചിരിക്കുന്നത്. ഒരു വാർത്ത പോലും ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. ഇതേ രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇത് അവിടെ പൈസ കിട്ടാഞ്ഞിട്ട് ആരെങ്കിലും കടമടിച്ചിട്ടാണോ ഇത് പെട്രോൾ പമ്പ് ഉപയോഗിക്കാൻ നടത്താൻ വയ്യാത്ത വരുന്നത്? ഇത് മൊത്തം മോഷണമാണ്. ഇവന്മാർ ഫുള്ളായിട്ട് ദേവസ്വം ബോർഡിൻ്റെ മുഴുവൻ അനാവസ്ഥയായത് കംപ്ലീറ്റ് ഇടപാട്. ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ഈ പ്രതിസന്ധി എന്തുകൊണ്ടാണ്? അതായത് അവിടെ ഒരു ജീവനക്കാരനെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഈ പമ്പിൽ നിന്ന് ഇന്ധനം വിറ്റ കാശ് മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് പുറത്താക്കിയിരുന്നു. അതിനുശേഷം മറ്റൊരു ആളെയും അവിടെ ജീവനക്കാരനായി നിയമിച്ചു. അയാളെയും പിന്നീട് പല കാരണങ്ങളായി ഒഴിവാക്കേണ്ടി വന്നു. അതിനുശേഷം ഈ പമ്പിൽ ഇന്ധനം അവർ സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്ധനം കമ്പനികളിൽ നിന്ന് ഇന്ത്യൻ ഓയിലിൽ നിന്ന് വാങ്ങുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ പമ്പ് പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയാണ്. ഈ കാനന പാതയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശബരിപാതയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പമ്പാണ്. വടശ്ശേരിക്കര കഴിഞ്ഞാൽ പിന്നെ ഒരു പെട്രോൾ പമ്പില്ല. തീർത്ഥാടകർ ഏറെ ആശ്രയിക്കുന്ന പെട്രോൾ പമ്പാണ്. എന്തായാലും വലിയ പ്രതിഷേധം തീർത്ഥാടകരുടെ ഭാഗത്തു നിന്നുണ്ട്. ചെറിയ മൈലേജ് ഒക്കെ കിട്ടുന്ന വാഹനങ്ങൾ കൊണ്ട് കടന്നു പോകാൻ കഴിയില്ല ഇത്ര ദൂരം എന്നാണ് അവർ പറയുന്നത്. എന്തായാലും അടിയന്തര നടപടി വേണമെന്ന് തീർത്ഥാടകർ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. വലിയ പ്രതിസന്ധിയാണ് ഇന്ധനം ഇല്ലാത്തത്. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്.